ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം സമയം 6 മണിയായിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ് വെളിയിൽ. ഈ തണുപ്പുള്ള ക്ലൈമറ്റിൽ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂർ വരെ പോവാണ്. വേറൊന്നുമല്ല, ഓഫീസേഴ്സൊക്കെ വരാറായി. അപ്പോൾ അതിന് മുന്നേ കടയിലേക്ക് പർച്ചേസിങ്ങിന് വേണ്ടി ഞങ്ങൾ കോയമ്പത്തൂർ വരെ പോവാണ്. ആദ്യം തന്നെ ഇച്ചായനോട് ഞാൻ പറഞ്ഞതാ, ഞങ്ങൾ വരുന്നില്ല, ഇച്ചായ മാത്രം പോയിട്ട് വായോ. കുട്ടികളെയും കൊണ്ട് ഈ ചൂടത്ത് കാറിലിരിക്കുന്നത് നടക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ ഇച്ചായ മാത്രം പോയാൽ പോരേന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇച്ചായ പറഞ്ഞില്ല, നമുക്ക് ബ്രൂക്ക്ഫീൽഡിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, നമുക്ക് അവിടെ ഒക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളും കൂടിയാണ് ഇച്ചായൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് ചായക്ക് വെച്ചു. കുട്ടികൾക്കുള്ള ലഞ്ച് വരെ ഞാൻ പാക്കൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അങ്ങനെ ഇച്ചായനും കുട്ടികളും നല്ല ഉറക്കമാണ്. അപ്പം എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇച്ചായനെ ഇനി വിളിക്കാൻ. ഹായ് ഇനി ഹായ് പറയാ. ഹായ് പറ ഡെറിക്. അതിന് ഞങ്ങളെല്ലാവരും റെഡിയായി. ഹായ് പറഞ്ഞേ ഇച്ചു, ഹായ് പറഞ്ഞേ. നൈസ്. Who gave you? It's Patu. Patu's mama gave you? Yeah. Okay. Did you like it? Yeah. Did you say thank you to auntie? Yeah. You said thank you to auntie? Yeah. Yeah. Good. I don't broken. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. എല്ലായിടത്തും ഭയങ്കര തിരക്കും ട്രാഫിക്കുമാണ്. ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കഴിക്കാതെ ഇനി വേറെ റെസ്റ്റോറൻറ്റ് തപ്പി പോവാണ്. എന്താ മോനു? പറഞ്ഞു കൊടുക്കട്ടെ ഇടയ്ക്ക്. എന്നിട്ട് ഉള്ളിലേക്ക് ശ്വാസം വലിക്കുന്നത് പവർ വരാന് പറഞ്ഞോ. അങ്ങനെ ഞങ്ങൾ ഒരു അടിപൊളി പാർക്കിംഗ് സൗകര്യമുള്ള റെസ്റ്റോറൻറ്റിലെത്തി. അന്നപൂർണ റെസ്റ്റോറൻറ്റ്. ആസ് യൂഷ്വൽ ഞാൻ ദോശ ആണ് ഓർഡർ കൊടുത്തത്. എബികുട്ടനും ഗീ റോസ്റ്റ് ആണ് കൊടുത്തത്. ഇച്ചായനൊരു സെറ്റ് ഓഫ് പൂരിയാണ് ഓർഡർ കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ആ ടൗൺ ഹാളിലെത്തി. കാറൊക്കെ കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പർച്ചേസിങ് തുടങ്ങി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറേയൊക്കെ കട ക്ലോസ്ഡ് ആണ്. നിങ്ങൾ വീഡിയോയിൽ തിരക്കൊന്നും കാണുന്നില്ല, പക്ഷെ അല്ല, ടൗൺ ഹാളിൽ ഭയങ്കര തിരക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ കടകളും ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ഈ തിരക്കില്ലാത്തത്. ചേട്ടനാണെങ്കിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇച്ചൂട്ടിനും എബിക്കുട്ടനും ആണെങ്കിൽ ആ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ക്ലൈമറ്റൊക്കെ ആകെ മാറി, മഴക്കാറൊക്കെ വന്നു, പിന്നെ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. ക്ലൈമറ്റ് മാറിയ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇച്ചായനെ ഫോൺ വിളിച്ച് ചോദിച്ചു പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. എന്തായാലും ഇച്ചായൻ്റെ പർച്ചേസിങ് എല്ലാം അപ്പോഴത്തേക്ക് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഊട്ടിയിലും പെട്ടെന്ന് ആ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. രാവിലെ ഭയങ്കര വെയിലായിരിക്കും, ഉച്ചയാവുമ്പോൾ ഭയങ്കര മഴയാണ്. അടിപൊളി മഴയാ. ഇച്ചായൻ കറക്റ്റ് സമയത്ത് അകത്തേക്ക് കയറിയോണ്ട് മഴ കിട്ടാതെ രക്ഷപ്പെട്ടു. ഭയങ്കര മഴ. എബികൂട്ടൻ നല്ല ഉറക്കുക, ഏച്ചൂട്ടനും നല്ല ഉറക്കുക. ഗംഭീര മഴയായിരുന്നു ഗൈസ്. റോഡാണെങ്കിൽ കാണാനേ പറ്റുന്നില്ലായിരുന്നു, അത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയായിരുന്നു. ചില വണ്ടികളുടെ ടയറൊക്കെ ആണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലായിരുന്നു, അത്രയും മഴയായിരുന്നു. വെള്ളം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എവിടേക്കാ കുഴിന്ന് പോലും നമുക്ക് അറിയുന്നില്ലായിരുന്നു. ബൈക്കുകാരെല്ലാവരും നനഞ്ഞോണ്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്.
അങ്ങനെ ഞങ്ങൾ ബ്രൂക്ക്ഫീൽഡിൽ കയറണമെന്നായിരുന്നു പ്ലാന്. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. ഇച്ചായനാണെങ്കിൽ പർച്ചേസിങ് പോയ സമയത്ത് ഞാൻ കുട്ടികൾക്ക് കാറിലിരുന്ന് ലഞ്ച് കൊടുത്തോണ്ട് അവർ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതിന് റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞങ്ങൾക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കിട്ടി, കൊക്കറക്കോ റെസ്റ്റോറൻറ്റ്. ഇതും ഞങ്ങളുടെ ഒരു സ്ഥിരം റെസ്റ്റോറൻ്റ് ആണ്. ഫുഡ് വരുന്നവരെ ഞാനും ബേബിക്കുട്ടനും മിച്ചൂട്ടനും കൂടി ആണെങ്കിൽ ഫോണിൽ ഓരോ ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡും ആംബിയൻസും അടിപൊളിയാണ്. ഞാനാണെങ്കിൽ ചിക്കൻ ബിരിയാണി ഓർഡർ കൊടുത്തത്. ഇച്ചായൻ പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഓർഡർ കൊടുത്തത്. ഇച്ചായനാണെങ്കിൽ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല, ഒരു കുസ്ക ടൈപ്പാണെന്നാണ് ഇച്ചായൻ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇച്ചായ നമുക്ക് എല്ലാം കൂടി ഷെയർ ചെയ്ത് കഴിക്കാം. അങ്ങനെ ഇച്ചായനാണെങ്കിൽ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കി. ഇച്ചായന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇച്ചായൻ പറഞ്ഞു ഇത്രയും ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി എങ്കിൽ ഞാനാണെങ്കിൽ പൊറോട്ട ഓർഡർ കൊടുക്കത്തില്ലായിരുന്നു, ബിരിയാണി തന്നെ ഓർഡർ കൊടുത്തേനെ. ഇച്ചൂട്ടനും എബിക്കുട്ടനും നല്ല ഉറക്കമായിരുന്നു. അവർ റെസ്റ്റോറൻ്റ് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എണ്ണീറ്റത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, ലൈം ജ്യൂസൊക്കെ കുടിച്ചു. എബിക്കുട്ടനും ലൈം ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ മഴയൊന്നും മാറിയിട്ടേ ഇല്ല ഗൈസ്, നല്ല മഴ തന്നെയാണ്. ഞങ്ങൾ ബ്ലാക്ക് തണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഒരു വലിയ ക്യൂലായിരുന്നു വണ്ടികളെല്ലാം നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ ഞാൻ ഇച്ചാനോട് പറഞ്ഞു എന്തായാലും നമ്മൾ ഇന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ കുന്നൂർ എത്തിയപ്പോഴത്തേക്ക് 7:30 ആയി. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ ആകെ ടയർഡായിരിക്കുകയാണ്. സോ ആദ്യം തന്നെ ഞാൻ ഇച്ചൂട്ടിന് കുറുക്കുണ്ടാക്കിയിട്ട് അവന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ട്രാഫിക്കൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ എവിടെയും ചായ കുടിക്കാൻ നിർത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ഇനിയിപ്പോൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു ഞാൻ ചായ ഇടാമെന്ന് പറഞ്ഞു. ഇച്ചൂട്ടവനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി അവനെ നേരത്തെ കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു. എവിടെ അവനാണെങ്കിൽ ഭയങ്കര കളിയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ തയ്യാറെടുപ്പാണ്. അങ്ങനെ ഇപ്പോൾ ഇച്ചായൻ പറഞ്ഞു നമുക്കൊരു ഫിലിം കാണാം, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഫിലിം എല്ലാം കണ്ടിട്ട് വേണം കിടന്നുറങ്ങാൻ. സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.